ഹായ് നമസ്കാരം. HSA ഫിസിക്കൽ സയൻസ് എക്സാം കഴിഞ്ഞു. ഏറ്റവും മികച്ച രീതിയിൽ ആ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന പൂർണ്ണ വിശ്വാസത്തോടെയും കോൺഫിഡൻസോടെയുമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കൊരു ടീമുണ്ടായിരുന്നു. നിങ്ങൾ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് തന്നെ എടുത്ത് നോക്കുക. ഏറ്റവും മികച്ച രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ട് HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. HSSTയുടെ കോഴ്സ് നേരത്തെ തന്നെ എൻട്രി ചെയ്യുന്നുണ്ട്. കൂടുതൽ മികച്ച ടീമുമായിട്ട് HSSTയുടെ ഒരു ടീമും നിങ്ങളിലേക്ക് എത്തുകയാണ്. ഏറ്റവും മികച്ച കോഴ്സ് എൻട്രി നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ HSSTയെ സംബന്ധിച്ചുകൊണ്ട് എന്താണ് HSST ഫിസിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിലബസ് എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് ഇന്നത്തെ ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 70 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ PG സബ്ജക്റ്റാണ്. അതിലൊരു 9 ടോപ്പിക്കുകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ദെൻ ജനറൽ പേപ്പർ ഒരു 30 മാർക്കുണ്ട്. എല്ലാ സബ്ജക്റ്റുകൾക്കും ജനറൽ പേപ്പറുണ്ട്. ഫിസിക്സിനും ജനറൽ പേപ്പറുണ്ട്. അപ്പോൾ ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യമാണ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്നത്. ഒരിക്കലുമല്ല. നമ്മുടെ ലക്ഷ്യം HSAയിൽ നിരവധി ജില്ലകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫസ്റ്റ് റാങ്ക്. അതേപോലെ HSSTയിലും 1ാം റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 1ാം റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഈ 70 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഈ 30 മാർക്കിലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ 2 പേപ്പറുകൾക്കും, ജനറൽ പേപ്പറിനും സബ്ജക്റ്റ് പേപ്പറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റ് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ PGയിൽ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആവട്ടെ, മാത്തമാറ്റിക്കൽ മെത്തേഡ്സും ഗ്രൂപ്പ് തിയറിയും, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ്സർ. ഈ മൈക്രോ പ്രോസസ്സർ ചിലപ്പോൾ സ്പെഷ്യൽ പേപ്പർ ആയിട്ടായിരിക്കും പലരും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്. ദെൻ ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ സ്പെക്ട്രോസ്കോപ്പി, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. വളരെ സിമ്പിളായിട്ടുള്ള 9, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക് പോലുള്ള സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകൾ തൊട്ട് PG ലെവലിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്ന മെയിൻ ആൾക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിലബസ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. HSAയിൽ ഇതിൻ്റെ ബേസിക്സ് മാത്രം നമ്മൾ നോക്കിയിട്ടുണ്ട്. HSSTയിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പേപ്പറിൻ്റെയും PG ലെവൽ കണ്ടൻറ്റ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടൻറ്റ് പഠിക്കുക. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. HSAക്ക് മലയാളത്തിലായിരുന്നു. ജനറൽ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഒരു ഭാഗം. അവിടെ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ദെൻ നമ്മുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു 10 മാർക്ക് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് കേരള റിനൈസൻസിൽ നിന്നും ഒരു 10 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 30 മാർക്കിൻ്റെ ടോപ്പിക്കുകളായിട്ട് പ്രധാനമായിട്ടും അരച്ച് കലക്കി കുടിക്കേണ്ട പ്രധാന 3 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. റിനൈസൻസ് എന്നൊക്കെ പറയുന്ന വലിയ ഒരു ഏരിയ തന്നെയുണ്ട് അവിടെ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും PSCയുടെ മെയിൻ കണ്ടൻറ്റുകളായിട്ടുള്ള ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BEdൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും വലിയ പ്രാധാന്യം ഉണ്ട് താനും. അപ്പോൾ 2 പേപ്പറുകൾക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവിടെ പാർട്ട് 1ലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കുക, കൺസ്ട്രെയിൻസ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് തൊട്ട് ഡീലംബേഴ്സ് പ്രിൻസിപ്പിളും വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് പൊട്ടൻഷ്യലും അങ്ങനെ ബേസിക് സാധനങ്ങളിൽ നിന്ന് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ, ലഗ്രാഞ്ചിയൻസ് ഇക്വേഷൻ, കെപ്ലറുടെ പ്രോബ്ലംസ്, ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ, അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കയോസും ലോജിസ്റ്റിക് മാപ്പ് വരെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ആൻഡ് മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫോറിയർ സീരീസ്, ഫോറിയർ ഇൻ്റഗ്രൽ, ഫോറിയർ ട്രാൻസ്ഫോം പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോളിനോമിയൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പെറിക്കൽ ഹാർമോണിക്സ്, കോഷി റൈമാൻ കണ്ടീഷൻസ് പോലുള്ള കാര്യങ്ങൾ, ലൊറാൻഡ് എക്സ്പാൻഷനും, അതുപോലെ കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഭാഗത്തുനിന്ന് 7 മാർക്കാണ് ചോദിക്കാറുള്ള സാധാരണ. ഇത് നമ്മൾ അവസാനം നടന്ന HSST ലേറ്റസ്റ്റ് ജൂനിയർ നടന്നിട്ടുണ്ടായിരുന്നു. സീനിയർ പോസ്റ്റിലേക്കുള്ള 2 വേക്കൻസികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ജൂനിയർ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. സിലബസ് ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് 7 മാർക്കാണ്. ദെൻ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അത് FET, VVR, അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഓപ്പാമ്പുകളെ കുറിച്ചിട്ട്, അതുപോലെ അനലോഗ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഫിൽറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ്, FM ട്രാൻസ്മിറ്റേഴ്സ് പോലുള്ള മൈക്രോവേവ് സിസ്റ്റം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ സിലബസിൽ പറയുന്നുണ്ട്. ദെൻ മൈക്രോ പ്രോസസറിൻ്റെ ഭാഗത്തുനിന്ന് 7 മാർക്കാണ് പറയുന്നത്. നോക്കി, ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ 2 ചേർത്തിട്ടായിരിക്കും കേട്ടോ 7 മാർക്ക് വരിക. മൈക്രോ പ്രോസസർ അതിൻ്റെ അകത്ത് 2 ചേർത്തിട്ട് 7 മാർക്ക് വരും. അതിൽ പ്രധാനപ്പെട്ട മൈക്രോ പ്രോസസറുകൾ, അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് 2 8-bit 16-bit നമ്പേഴ്സൊക്കെയാണ്. അതുപോലെ Intel 8085 പ്രധാനപ്പെട്ട കാര്യങ്ങൾ,
ഇൻ്റൽ 8085 ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ട്രാൻസ്ഫർ സ്കീംസും കാര്യങ്ങളൊക്കെ, മൈക്രോ പ്രൊസസ്സറിൻ്റെ ആപ്ലിക്കേഷൻസ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, അനലോഗ് മൾട്ടിപ്ലക്സർ ആൻഡ് ഓവർവ്യൂ ഓഫ് 8051 മൈക്രോ കൺട്രോളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈക്രോ പ്രോസസറിൽ വരുന്നുണ്ട്. അത് പഠിക്കാത്ത ആളുകൾക്ക് എക്സ്ട്രാ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന അടുത്തൊരു മേഖലയാണ് ക്വാണ്ടം മെക്കാനിക്സ്. വെക്ടർ സ്പേസ്, ഹിൽബർട്ട് സ്പേസ് തൊട്ടിട്ട് ഓപ്പറേറ്റേഴ്സ് തൊട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആംഗുലാർ മൊമെന്റ് ഓപ്പറേറ്റേഴ്സ്, മെട്രിക് റെപ്രസെൻറ്റേഷൻസ്, പോളിസ്പിൻ മെട്രിക്സ് തുടങ്ങിയ കാര്യങ്ങൾ, പെട്രബേഷൻ തിയറി കാര്യങ്ങളെല്ലാം സിലബസിൽ എടുത്ത് പറയുന്നത്, അതുപോലെ ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് എൻട്രോപ്പിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫേസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇക്വിപാർട്ടീഷൻ തിയറം പോലുള്ള വിരൽ തിയറം പോലുള്ള കാര്യങ്ങൾ, ഡെൻസിറ്റി മെട്രിക്സ്, തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ബോസ് ഗ്യാസ്, ഐഡിയൽ ഫെർമി ഗ്യാസ്, ദെൻ പോളി പാരാമാഗ്നറ്റിസം, ലോണ്ട ഡയാമാഗ്നറ്റിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ദെൻ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ന്യൂക്ലിയർ സൈസ്, ഷേപ്പ് തുടങ്ങി മാസ്, ബൈൻഡിങ് എനർജി പോലുള്ള ബേസിക് കാര്യങ്ങളും, ദെൻ ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ ലോസും സിമ്മട്രി, കൺസർവേഷൻ ലോസും സിമ്മട്രിയും, ക്വാർക്ക് മോഡൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഷെൽ സ്ട്രക്ചർ, സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് പൗഡർ ഡിഫ്രാക്ഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലേക്ക് വരുമ്പോൾ 7 മാർക്കിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം മില്ലൻറീസ് തൊട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങളിൽ നിന്ന്, റെസിപ്രോക്കൽ ലാറ്റിസ്, ഐൻസ്റ്റീൻ ഡിബേറ്റ് മോഡലുകൾ, അതുപോലത്തെ പ്രധാനപ്പെട്ട ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ടോപ്പിക്കുകളൊക്കെ ഉണ്ട്, ഫെറോ ഇലക്ട്രിക് ഡൊമൈൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കുപ്പർ പയേഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂപ്പർ കണ്ടക്ടറിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് എല്ലാ ടോപ്പിക്കുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 മാർക്കാണ് അവിടെ നിന്ന് ചോദിക്കുക. ദെൻ ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും 7 മാർക്ക്. അപ്പോൾ നോക്കൂ, സ്പെക്ട്രം ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ, നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ്, റൊട്ടേഷണൽ ആൻഡ് റാമൻ സ്പെക്ട്രം, വൈബ്രേഷൻ അനാലിസിസ്, ഇൻട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ റെസൊണൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നുണ്ട് 7 മാർക്കിൻ്റെ ടോപ്പിക്കായിട്ട്. ദെൻ ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സിൽ നിന്ന് 7 മാർക്ക്, ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9 ടോപ്പിക്കുകളായിട്ട് 9 7 63 അല്ലേ ആവുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് ഒരു 7 മാർക്ക് മൈക്രോ പ്രൊസസർ എക്സ്ട്രാ തന്നെയാണ് കേട്ടോ. അതാണ് 70 അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യെസ്, 9 ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും മൈക്രോ പ്രൊസസർ എന്ന് പറഞ്ഞ ടോപ്പിക്കായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും 7 മാർക്ക് ഒന്നും കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് 70 മാർക്ക് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സിലബസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 70 മാർക്കും കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പാർട്ട് 2ലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്, റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് രണ്ടും കൂടി ചേർത്തിട്ടാണ് 10 മാർക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ BEdൻ്റെ കണ്ടന്റാണ് അവിടെ എല്ലാം. പ്രധാനമായിട്ടും റിസർച്ചിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 10 മാർക്ക് വരെ അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും, പഠിച്ചാൽ കിട്ടുന്ന ഏരിയ തന്നെയാണ്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, യൂണിയൻ്റെ സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള സർവീസ്, എമർജൻസി, അമെൻമെൻറ്റ് കാര്യങ്ങളെല്ലാം അവിടെ സിലബസിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു അഡീഷണൽ പോയിന്റ് കൂടി പറയുന്നത് സോഷ്യൽ ആൻഡ് വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്, വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ, അതുപോലെ വുമൻസിനെതിരായിട്ടുള്ള അട്രോസിറ്റീസ് തടയാനുള്ള നിയമങ്ങൾ, ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ളത്, ഫുഡ് സെക്യൂരിറ്റി, എൻവയോൺമെൻറ്റൽ ആക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അടുത്തൊരു പാർട്ടിൽ 10 മാർക്ക് വരുന്ന ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനയസൻസ് ആണ്. GK കറണ്ട് അഫയേഴ്സ്, റിനയസൻസ്. അതിൽ തന്നെ റിനയസൻസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ്, റിനയസൻസിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ അപ്പുറം ചോദിക്കുന്നതാണ്. സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റ്, സ്ട്രഗിൾ ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, റോൾ ഓഫ് പ്രസ് ഇൻ റിനയസൻസ്, അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം, വുമൺ ലീഡേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ റിനയസൻസ് ലീഡേഴ്സിനെ കുറിച്ച് എല്ലാം സിലബസിൽ പറയുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ജനറൽ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് 10 മാർക്കാണ് GK കറണ്ട് അഫയേഴ്സ്, റിനയസൻസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നു. അങ്ങനെ ടോട്ടൽ 70 മാർക്ക് സബ്ജക്റ്റും 30 മാർക്ക് നിങ്ങളുടെ ജനറൽ പേപ്പറും. രണ്ടിൽ നിന്നും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും ആദ്യ റാങ്കിലെത്തുക. നിങ്ങൾ ഉറപ്പായും ആദ്യ 10-ൽ ഇടം പിടിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക ജോലി. ആദ്യ 10-ന് വേണ്ടി തന്നെ മത്സരിക്കുക. ജസ്റ്റ് കട്ട് ഓഫ് കടന്ന് അകത്ത് കയറുക എന്നുള്ളതല്ല, ആദ്യ 10-ന് വേണ്ടിയിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. കൂടുതൽ വിവരങ്ങളുമായി, കൂടുതൽ അപ്ഡേഷൻസുമായിട്ടൊക്കെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.